വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടേക്കാണ് പോണത്? പെരിന്തൽമണ്ണ വരെ ഗൈസ്. എന്തിനാണ് നമ്മൾ പോണത്? ഉദ്ഘാടനത്തിന്റെ ഏറ്റവും ബാക്കിൽ സത്യം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഇനോഗ്രേഷന് പോവാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ഉദ്ഘാടനം ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. നമുക്ക് നമുക്ക് ഇനോഗ്രേഷനൊക്കെ പോകാൻ ഭയങ്കര മടിയാണ്. പിന്നെ നമ്മളെ വിളിച്ച ആ കുട്ടി നമ്മളോട് 9:30 ആകുമ്പോഴേക്ക് എത്തണം, നിങ്ങളും അതിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മള് അവിടെ അത്രയും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നേരത്തെ പോകണല്ലേ. ഞങ്ങൾ ഇപ്പോഴൊന്നും പോവില്ല. ഓക്കെ, അപ്പൊ പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാണ് പോണത് ഗൈസ്. അതാണ് ഒരു പ്രത്യേകത. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാനും മുന്നേ ഒറ്റയ്ക്ക് ഒരു പരിപാടിക്ക് പോകുന്നത്. നമ്മളെ ഇന്റർവ്യൂവിൽ എന്തായാലും പറഞ്ഞ് ചടപ്പിച്ച് കൊളാക്കുന്നില്ല. അതിന് കൂടുതൽ വീഡിയോ നമ്മൾ രാവിലെ 10 മണിക്ക് അപ്ലോഡ് ആക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്തായാലും പെരിന്തൽമണ്ണ ഉദ്ഘാടനത്തിന് പോവാണ്. നമ്മുടെ ഷോപ്പിന്റെ പേര് അറ്റ്ലസ് എന്നാണ് കേട്ടോ. നമ്മുടെ ഇന്ന് ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ്. അപ്പം ഇന്ന് ഹണി റോസ് ആണ് അവിടെ ഉദ്ഘാടനം ചെയ്യണത്. അപ്പൊ നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പോയിട്ട് കാണാം. അപ്പൊ ഇന്ന് നമ്മൾ പോവാനായിട്ട് ഏറ്റവും മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു. എന്ത് അതല്ല, പിന്നെ അതുപോലെ തന്നെയല്ലേ ഇന്ന് പറയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഓഫേഴ്സ് കിട്ടും. അവിടുത്തെ പെർമനന്റ് പ്രൈസ് എന്ന് പറയണത് തന്നെയല്ലേ 19 രൂപ മുതൽ 999 രൂപ വരെ. ഞെട്ടില്ലേട്ടാ? ഞെട്ടില്ലേ? അല്ല, എവിടെയാണ് ഇവിടെ കേട്ടിട്ടുള്ളത്? ഇത്രയും വലിയ ഷോറൂം ഇത്രയും വലിയൊരു ടെക്സ്റ്റൈൽസില് 19 രൂപ മുതൽ 999 രൂപ വരെ പ്രൈസ്, പെർമനന്റ് പ്രൈസ് നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ട്? പെരിന്തൽമണ്ണ അറ്റ്ലസിൽ കേട്ടു. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഒരു വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നമ്മുടെ ഇന്നത്തെ മെയിൻ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെ നമ്മുടെ ആ ഉദ്ഘാടന സമയത്ത് അവിടെ ഉള്ള ആൾക്കാരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടായാലും ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം ഉണ്ട്. 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ വെറുതെ കൊടുക്കണം ഗൈസ്, തെരഞ്ഞെടുത്തിട്ട്. അപ്പൊ ഞങ്ങള് അതിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൂടുതൽ എഴുതിട്ട് ഞാൻ എഴുതിട്ടു. അതുപോലെ ഞാൻ ഏട്ടനെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പറട്ടെ. ഏട്ടനും കൂടെ നിങ്ങളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 1000 കസ്റ്റമേഴ്സിന് 1 രൂപയ്ക്ക് ടീഷർട്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെല്ലാം കാണിച്ചു തരാം. നമ്മള് പറയല്ല, നമ്മളവിടെ പോയി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇനോഗ്രേഷന് പോകുന്നത്. അല്ലേ ഏട്ടാ? പോക്കില്ല, കാരണം പക്ഷെ നമ്മള് പോക്കില്ല. കാരണം നമുക്കൊക്കെ സ്റ്റേജമ്മ കയറി സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. ഇന്ത്യയിൽ കൂടുതലാണ് സ്റ്റേജിൽ കയറി സംസാരിക്കാന്ന് മാത്രല്ല, ഞങ്ങൾ അങ്ങനെ ഇനോഗ്രേഷൻ വിളിക്കുമ്പോ ഞങ്ങൾക്ക് തന്നെ തോന്നും ഞങ്ങൾ അതിന് ആരാണ്. അതെ, സത്യം. അപ്പൊ അവര് പറയാറുണ്ട്, അയ്യോ കുഴപ്പമില്ല, നിങ്ങൾക്ക് അങ്ങനത്തെ ഉണ്ട് ഇങ്ങനത്തെ ഉണ്ട് പറയുമ്പോ ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഭയങ്കര മടിയില്ല. ഞങ്ങൾ എവിടെയും ഇപ്പോഴും അങ്ങനെയൊക്കെ ഇനോഗ്രേഷൻ എത്തുമ്പോ ചെല്ലാൻ മാത്രം ഞങ്ങൾ ഒന്നും ആയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ ഫീൽ. ഞങ്ങൾ അതിന് മാത്രം ഒന്നും ഇല്ല. അതെ, ഏട്ടെത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആയിട്ട് പോകാത്ത. ഇനോഗ്രേഷൻ പറഞ്ഞിട്ട് പറയും, അങ്ങനെ പോയിട്ടേ നമ്മൾ അതിനുള്ള ഒന്നും ഇല്ലടി വേണ്ടടി എന്ന് പറയാം. ആ ടീമാണ്ടേ പറയണേ. കാരണം ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ അതിന് ഇനോഗ്രേഷൻ മാത്രം ഒന്നും ആയിട്ടില്ല. അത്രയും പിന്നെ ആൾക്കാരുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പോയിട്ട് വൃത്തിയായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മളെ വിളിച്ച കുട്ടീനും എല്ലാരും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ചെന്നപ്പോ തന്നെ ഉദ്ഘാടനവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കടയുടെ ഉള്ളിലേക്ക് കയറ്റി നിർത്തിയായിരുന്നു കേട്ടോ സ്റ്റാഫുകള്. റോസന്റെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കഴിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞു. ഹണി റോസിന്റെ കൂടെ ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുത്ത് ഇനി നമുക്ക് കടയുടെ കളക്ഷനും കടയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കണ്ടാലോ.
പിന്നെ പറഞ്ഞേ വേണ്ട, നമ്മളെ കട അതായത് നമ്മുടെ അത്ലറ്റ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്താണ്. ഓക്കെ, അപ്പം മറക്കണ്ട, നമുക്ക് നേരെ കടയുടെ ഉള്ളത്തെ കളക്ഷനും കാര്യങ്ങളും എല്ലാം കൂടെ നീണ്ടു നിവർന്ന് കണ്ടല്ലോ. വാ ഗൈസ് വാ. 999 രൂപ താഴെയുള്ള അത്രയും ഫാഷനബിൾ ആൻഡ് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസാണ് അറ്റ്ലസ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇത് തികച്ചും പെരിന്തൽമണ്ണയിൽ പുതു ചരിത്രം തന്നെയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും കടയുടെ ഉള്ളിലേക്ക് കയറാം. സൈഡിൽ നല്ല തിരക്ക് കാണാണ്ട് കേട്ടോ, കാരണം ആ ടീഷർട്ടിന്റെ തിരക്കാണ്. യോ ഓക്കെ ഗൈസ്, നമുക്ക് ഓക്കെ പോലീസ് ഇവിടെ നിൽക്കുന്നുണ്ട്. കയറാം, നമുക്ക് ഉള്ളിൽ കയറാം. ജസ്റ്റ് ഒന്ന് ഉള്ളിൽ പോയിട്ട് വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് നടന്ന് കാണാം. ഓക്കെ, ഫാഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടെയും ലേഡീസിന് മാത്രമുള്ള കളക്ഷൻസ് ആണ്. ടോപ്സ് അല്ല, മറ്റേ എന്താണ് ഇവിടെ എന്താണ് പറയുന്നത്, ലേഡീസിന്റെ എല്ലാ ചറപ്പറ സാധനങ്ങളുണ്ട് ഗൈസ്, ഒന്നും നമുക്ക് പറയല്ല. എന്തൊക്കെയാണ് കാണില്ല, ടോപ്സ് കാണാണ്ട്, ജീൻസിന്റെ ടോപ്സ് കാണാണ്ട്, അങ്ങനെ ഒരുപാട് ടോപ്സ് കാണാണ്ട്. ലേഡീസിന് വേറെ എന്താണെന്ന് ഇവിടെ നോക്കണം. അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓടിച്ചു കാണിച്ചാലോ പോലെ നടന്നോ. ഗൈസ്, കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തള്ളണ രീതിക്കുള്ള പരിപാടിയാണ്. ഇവിടെ അധികം നിൽക്കാൻ പാടില്ല, ഞാൻ വേഗം പോകണം. അതെ, പൈസക്ക് ചെലവ് ഇത്തിരി കൂടുതലായിരിക്കും ഗൈസ്. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ പൈസക്ക് കുറച്ചധികം ചെലവായിരിക്കും. അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലേഡീസിന്റെ ഫ്ലോറിലാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതായത് ഫസ്റ്റ് ഫ്ലോർ നേരെ മേലത്തെ ഫ്ലോർ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഓടിച്ചിട്ട് വേഗം കാരണം മറ്റേ കൊണ്ടുവന്നത് ഗൈസ്, കാരണം നല്ല തിരക്കുണ്ട്. കാരണം കസ്റ്റമേഴ്സ് ഉള്ളിലേക്ക് കയറൽ തുടങ്ങി. നമ്മളെ ഹണി ചേച്ചി പോയി, അപ്പൊ അതിന്റേതായ ഒരു തിരക്ക്. അപ്പൊ അല്ല, ഇനി ചെപ്പശ്ശേരിക്കാ വരുന്നതേ, കാരണം 5 മണിക്ക് ചെപ്പശ്ശേരി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു നല്ല തിരക്കുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ എന്തൊക്കെയാ വെച്ചുള്ളത്? ഇവിടെ പലാസ, ടീഷർട്ട്സ്, സാരി എല്ലാം ഉണ്ട്. ലേഡീസിനുള്ള ലേഡീസിന്റെ എല്ലാ സാധനവും ഉണ്ട്. അപ്പുറം സൈഡ് ചുരിദാർ ബിറ്റ്, നൈറ്റി എല്ലാം സെറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ ഫുൾ ആയിട്ടൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. സാരിയുടെ കളക്ഷൻ വേറെ ഫ്ലോറായിരിക്കും, ഷോറൂമിന്റെ കാര്യമാണ് പറഞ്ഞത്. പലാസോ ടീഷർട്ട് വേറെ ഫ്ലോറായിരിക്കും. ഇതെല്ലാം ഫ്ലോറാണ്. ലേഡീസിനെല്ലാം അതെനിക്ക് തോന്നി. കാരണം നമ്മളെ 3rd ഫ്ലോറിൽ മറ്റേ ജെൻസിനുള്ള എല്ലാം, ടോപ്പ് ഫ്ലോറിൽ കുട്ടികളുടെ അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഷോറൂമിൽ കാണാൻ നമ്മള് സാരി എടുത്തു കഴിഞ്ഞാൽ അണ്ടർ സ്കേർട്ട് എടുക്കുമ്പോൾ വേറെ അടിക്കാൻ പോകണം, ബ്ലൗസ് പീസ് എടുക്കുമ്പോൾ വേറെ അടിക്കാൻ പോകണം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇവിടെ എല്ലാം ഒറ്റ ഫ്ലോറിൽ തന്നെയാണ്. അത് ഭയങ്കരമായിട്ട് നന്നായിട്ട് തോന്നി. ഗ്രൗണ്ടിലും ഉണ്ട് ലേഡീസിന് പറ്റിയ ടോപ്പും കാര്യങ്ങളെല്ലാം. ഓക്കെ, നമുക്കൊന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഷോപ്പിംഗ് നിങ്ങൾക്ക് 549 രൂപ കേട്ടോ. ഗായ്സ്, ഇത് നമ്മളെ നെയ്റ്റഡ് ഒരു സെക്ഷനാണ്. 99. ഹലോ, ഓ ഭയങ്കര സന്തോഷം. എന്താ പേര്? ബിബിത. ഓക്കെ, സന്തോഷം കേട്ടോ. അതാ മാഡം.
ഇത് നൈറ്റിയുടെ ഒരു ഭയങ്കരമായ കളക്ഷൻ. ഇത് എത്ര സ്റ്റാർ അപ്പടിയാ? ഓക്കെ ഗൈസ്, $199, $119, $149, $179, $109. എടത്തൊക്കെ എന്താ? ബ്ലൗസ് പീസ്. ഓക്കെ, ഇന്നോ ഓക്കെ. ഇത് മൊത്തം ബെഡ്ഷീറ്റിന്റെ ഒരു കളക്ഷൻ കേട്ടോ, രണ്ട് സൈഡും. ഓക്കെ, റബ്ബേ ഞാൻ എന്തേ കാണുന്നത്. ഇത് ഫർദറിന്റെ കളക്ഷൻ. പിന്നെ എന്തിനാ സെൽഫി ആയി പറഞ്ഞോ? ഓക്കെ, ഇത് നമ്മള് ഫർദറിന്റെ കളക്ഷൻ കേട്ടോ. തേർഡ് ഫ്ലോറിലാണ് കേട്ടോ. ഫുൾ ജെൻസിന്റെ കളക്ഷൻസ് മാത്രമുള്ള കണ്ടു തള്ളിപ്പിക്കുന്ന കളക്ഷൻസ് ആണ്. ജെൻസിന്റെ എനിക്ക് ഐഡിയ ഇല്ലാത്ത നമ്മള് ചില കടകളിൽ പോകുമ്പോൾ ഓരോ സൈഡിൽ മാത്രമായിരിക്കും ജെൻസിനായിട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ അതേപോലെ ഒരു കടയുടെ മൂലയിൽ മാത്രമായിരിക്കും ജെൻസിന് മാത്രമായിട്ട് ഉണ്ടായിരിക്കുക. ആൺകുട്ടികൾക്ക് പ്രാധാന്യം ആൺകുട്ടികൾക്ക് പ്രാധാന്യം. പക്ഷെ അവിടെ അറ്റ്ലക്സിനെ മാറ്റി നിർത്തിയത് ഒരു ഫ്ലോർ മൊത്തം ജെൻസിനുള്ള കളക്ഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഞാൻ മേലെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുക്കുക, നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നത് കഴിഞ്ഞാൽ വീഡിയോ അലാക്കിന്റെ ലെങ്ത് ആവും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞല്ലോ എന്നാണ് വീഡിയോന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം സാധനം കൊടുക്കുക. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് കണ്ടാലോ. ശരത് ബ്രോ, ഇവിടെ ഷർട്ടിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണ്? 169 രൂപയ്ക്ക് ഷർട്ട് സ്റ്റാർട്ടിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയാൽ കാണാം. ഓക്കെ, ഈ ഒരു ഫ്ലോർ മൊത്തം കണ്ടങ്ങള് ഫുള്ള് ജെൻസിനായിട്ടുള്ളൊരു കളക്ഷനാണ്. ജീൻസ് പാൻറ്റിന്റെ ഇതാട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് നമ്മളെ ഷർട്ടിന്റെ അതുപോലെ തന്നെ മുണ്ടിന്റെ അതുപോലെ തന്നെ ഷർട്ടിന്റെ തുണിയുടെ ഒക്കെ ഒരു കളക്ഷനാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് നമ്മളെ ഇന്നർ വെയർസിന്റെ ഒരു കളക്ഷൻ കേട്ടോ. ഒന്ന് ഉറക്കെ പറഞ്ഞു, കാരണം നമ്മൾ ടോപ്പ് ഫ്ലോറിലാണ്. കാരണം നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. നമ്മുടെ തൊട്ട് താഴെ ഫ്ലോറിലുണ്ട്. അപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് വരും, അപ്പൊ തിരക്കൊക്കെ പാടെ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നില്ലേ കിഡ്സ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ മേലേക്ക് കയറി കഴിഞ്ഞാൽ ഗൈസ് കണ്ണ് തള്ളും, കാരണം അത്രയും കളക്ഷനാണ്. ഏത് കൂടി നടക്കേണ്ടതിന് വഴി പോലും അറിയാത്ത രീതിയിൽ കളക്ഷൻസ്, അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഉമ്മൾക്ക് എന്തെങ്കിലും ഫ്രോക്ക് നോക്കാന്ന് വിചാരിച്ചപ്പോ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ ഞാൻ ക്യാമറ പൊന്തിച്ച് കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾ 4 പുറം കാണോ ഡ്രസ്സിന്റെ ഒരു കളക്ഷന്റെ എന്താ പറയേണ്ടെന്ന് അറിയില്ല. സെറ്റപ്പ് ഗൈസ്. ഇപ്പൊ നമ്മുടെ കിഡ്സിന് ഡ്രസ് 19 രൂപ തൊട്ടുണ്ട് കേട്ടോ. ആ അതെ അതെ അതെ, ഇവിടെ അതിന്റെ പ്രൈസ് ഉണ്ടാ ഇവിടെ കാണിക്കട്ടാ, കണ്ടോ 19 രൂപ. ഒത്തിരി കളക്ഷൻ. ഓക്കെ, അതൊക്കെ നിങ്ങള് ഇത് നമ്മൾ വീഡിയോ എടുത്താൽ ചിലപ്പോൾ തോന്നുന്നു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ. കാരണം അവിടെ കിഡ്സിന്റെ പാൻസ് കാര്യങ്ങൾ അത് നടന്നോ കണ്ടോ. ഇതൊക്കെ നിങ്ങള് ടീഷർട്ടിനൊക്കെ 179 രൂപയുള്ളൂ. അയ്യോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ടീഷർട്ടിനൊക്കെ 129 രൂപയുള്ളൂ. അത്രയും അഫോർഡബിൾ പ്രൈസിലാണ്. ഈ ഇരിക്കുന്ന ടീഷർട്ടിനൊക്കെ വെറും 129 രൂപയുള്ളൂ കേട്ടോ. കണ്ടോ, ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇത് 299 രൂപ കേട്ടോ. ഓക്കെ, ഹായ് ബ്രോ, എന്താ പേര്? ശരത്ത് ബ്രോ ആണ് നമ്മളെന്തോ കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരുപാട്
250 പ്രൈസ് ആണ് നമ്മുടെ ഏറ്റവും മെയിൻ. കാരണം ഒത്തിരി കളക്ഷൻസും ഒത്തിരി വില എന്ന് പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. കാരണം അത്രയും അഫോർഡബിൾ ആയ പ്രൈസിലാണ് അത്രയും ഒരു എന്താ പറയാ കണ്ണു തള്ളിപ്പോ നമ്മുടെ പിള്ളേരൊക്കെ ഡ്രസ്സ് ആകുമ്പോൾ നമുക്ക്. ഞാനിതിന്റെ പ്രൈസ് ടാഗുകളും അതുപോലെ തന്നെ നമ്മൾ ഓടിച്ചെടുക്കാന്നല്ല, ഫുള്ളായിട്ട് എടുക്കാൻ കഴിഞ്ഞാൽ വീഡിയോനെ ചിലപ്പോൾ 2 മണിക്കൂറാവും. അത് നമ്മളൊന്ന് ഓടിച്ച് കാണിച്ചാൽ ഫുള്ളായിട്ട്. ഓക്കെ, കണ്ടോ കുറെ ആൾക്കാരെ കൂടെ നോക്കിക്കണ്ട്. ഓക്കെ, മക്കളേത് കണ്ടെങ്കിൽ ഒരു കട അവിടെ നിന്ന് ഇവിടം വരയ്ക്ക് ഒരു ചവിട്ടിയുടെ കളക്ഷൻ തന്നെ ഉണ്ടല്ലേ. നമ്മള് 4ാമത്തെ ഫ്ലോർ കാണുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചു. ഈ ചവിട്ടികളൊക്കെ റേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 99 റുപ്യ 99 റുപ്യയുടെ ഒരു ഇതൊക്കെ ഈ ഒരു അവിടുന്ന് തൊട്ടിട്ട് ആ കാണാൻ സ്ഥലത്ത് കണ്ടോ, അവിടെ നിന്ന് ഇവിടം വരയ്ക്കും ചവിട്ടിയുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ. എന്താ പറയണതിനറിയില്ല. ചവിട്ടിയോള് തലേണ 139 റുപ്യൊക്കെയാണ് ഇതിനൊക്കെ കൊടുക്കുന്നത്. കണ്ടോ ചെറിയ ബെഡ് ആവുന്നുണ്ട്. ഓക്കെ, പോവാം നമുക്ക് ഇനി നേരെ ഇറങ്ങുക. നമ്മളിഞ്ഞ് പരിപാടി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. കാരണം കുട്ടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും വേഗം വീട്ടിലേക്ക് പോവാം ഗൈസ്. ഓക്കെ, 249 രൂപയുടെ ടീഷർട്ട്, 199 രൂപയുടെ ഷർട്ട്. ഓക്കെ, ഓ ചേട്ടാ ഇതാണ് 19 രൂപ കേട്ടോ. അതെ, ഓ എൻ്റെ മോനെ, അതൊക്കെ നിങ്ങൾ ഇതൊക്കെ 19 രൂപയുടെയാണ്. അതുപോലെ തന്നെ ഉണ്ട് ജസ്റ്റ് 25 രൂപ. ഓക്കെ, കണ്ടോ നല്ല ടീഷർട്ടുകളാണ്. 25 നമുക്ക് സാധാരണ വീട്ടിലൊക്കെ ഇട്ട് നടക്കാനൊക്കെ ആണോ. ഇതാണോ 39, 25. ഞാൻ ഇങ്ങനത്തെ ഒരു കളക്ഷൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ റോഡ് സൈഡിലേക്കേ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഇത്രയ്ക്കും ഈ വില കമ്മിയായിട്ട് കേട്ടോ. ഇത് ഭയങ്കരമായിട്ടൊരു ഇതാണ്. അതെ, 79, 89, 69 കണ്ടോ. ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറ്. താഴത്തെ ഫ്ലോർ അല്ലേ? ഇതിലെന്താണ് നമ്മൾ ഓക്കെ. അതിന്റെ ഒരു തിരക്കാണ് ഇപ്പൊ നിങ്ങളെ. എല്ലാരും ഇപ്പൊ ഈ ഒരു തിരക്ക് അതിന്റെ കേട്ടോ. നമ്മളിപ്പോ കടയിൽ നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. പക്ഷെ ഇപ്പോഴും കടയുടെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു ക്രൗഡാണ്, ആ ഒരു തിരക്കാണ്. ഓക്കെ, നമുക്ക് എന്തായാലും എന്നാ പോവാ. ഓക്കെ, പൊന്നൂസനെ കണ്ട് കടം ചോദിച്ച പൈസ തിരിച്ചു വാങ്ങണം ഗൈസ്. നിങ്ങൾ ഈ കാണുന്ന തിരക്ക് എന്താ അറിയോ? ആ ടീഷർട്ട് 10 രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു ബ്രാൻഡ് ടീഷർട്ട് കൊടുക്കുന്ന എന്താണ് കാണുന്നത്? 1 രൂപ ടീഷർട്ട്. ഓക്കെ, ഹായ്. അപ്പൊ അതിന്റെ ഒരു തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, കളക്ഷൻ കണ്ട് ചത്തു.
സത്യട്ടോ നമുക്കില്ലേ ഒന്നും പറയാലോ ഒന്നും പറയാലോ. നമ്മുടെ നമ്മളില്ലേ ഈ പെരിന്തൽമണ്ണയുടെ സത്യമായിട്ട് ഞങ്ങൾ മനസ്സിൽ തട്ടി പറയുന്ന കാര്യമാണ് കേട്ടോ. നമ്മുടെ പെരിന്തൽമണ്ണയിലുള്ള ഈ പെരിന്തൽമണ്ണയിൽ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. 100% ഞാൻ പറയണോ, ഇതുപോലൊരു കളക്ഷനും അല്ലെങ്കിൽ ഇതുപോലൊരു വില കമ്മിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമുക്ക് എന്റെ പോലെ ഒത്തിരി കളക്ഷൻ ഇത്തിരി വില ഒന്ന് പോടുന്നു. ഞാൻ പറയട്ടെ, വല്ല ഓഫേഴ്സ് ഇപ്പൊ ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ വരുമ്പോ വല്ല ഓഫർ പ്രൈസിൽ നമുക്ക് വില കുറവൊക്കെ ചിലപ്പോ പല ഷോപ്പുകളിലും കിട്ടും. പക്ഷെ പെർമനന്റ് ആയിട്ട് 19 രൂപ തൊട്ടിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് ശരിക്കും നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തൂക്കിയെടുപ്പിനൊക്കെ ആവും കുട്ടികളുടെ വില കുറവിലുള്ള 29 രൂപ 39 രൂപയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ കാണുക. പക്ഷെ ഇവിടെ ഷോറൂമിലല്ലേ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി മെറ്റീരിയൽസിൽ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കുള്ള ഔട്ട്ഫിറ്റ്സ്, അതുപോലെ വലിയവർക്കുള്ള ടോപ്സ് ഒക്കെ 199 രൂപയ്ക്കൊക്കെ ആയിട്ട് സ്റ്റാർട്ടിങ് ഉള്ളത്. അതൊരിക്കലും നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അടിപൊളിയായിട്ടുണ്ട് അവിടുത്തെ കളക്ഷൻസ്. പിന്നെ കളക്ഷൻസ് കാണുന്ന കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോ. അത്രയും കളക്ഷൻസ് ഉണ്ട്. നമുക്ക് എവിടുന്നാണ് തുടങ്ങേണ്ടത്, എവിടുന്നാണ് എടുക്കേണ്ടതെന്നൊന്നും പറയാൻ പറ്റും. അത്രയും കളക്ഷൻസ് ഉണ്ട്. നമുക്ക് കുട്ടികളുടെ ആയിക്കോട്ടെ, പിന്നെ ജെന്റ്സിന്റെ ആയിക്കോട്ടെ, ലേഡീസിന്റെ ആയിക്കോട്ടെ, എല്ലാ കളക്ഷൻസും ഒരുപോലെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും പെരുന്തൽമണ്ണുള്ള എല്ലാരും വേഗം ടൈം കളയണ്ട. കാരണം അതെ, 200 രൂപ കൊണ്ട് ചെന്നാലും 100 രൂപ കൊണ്ട് ചെന്നാലും നിങ്ങൾക്ക് അവിടെ സാധനങ്ങൾ എടുക്കാം. കാരണം അത്രയും വില കുറവാണ്. അപ്പൊ ഇത് ഓഫർ അല്ല കേട്ടോ, ഇത് പെർമനന്റ് ആയിട്ടുള്ള അവിടെ ഇത് ഒരിക്കലും ഇത് മാറില്ല. എപ്പോ ചെന്നാലും നിങ്ങൾക്ക് ഈ റേറ്റിൽ നിങ്ങൾക്ക് ഡ്രസ്സുകൾ എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ പെരുന്തൽമണ്ണക്കാര് വേഗം വെയിറ്റ് ചെയ്യണ്ട, വേഗം അറ്റ്ലസിലേക്ക് ഓടിക്കോ. നമ്മുടെ അറ്റ്ലസ് എവിടെയായിട്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. എനിക്ക് കറക്റ്റ് നമ്മളെ KSRTC ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്ത്, KSRTC ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്ത് നമ്മളെ രാമദാസ് ഹോസ്പിറ്റലില്ലേ അതിന്റെ അപ്പുറത്ത് ഗൈസ്, അതിന്റെ അപ്പുറത്ത്. ഓക്കെ, അപ്പൊ മറക്കണ്ട പെരുന്തൽമണ്ണക്കാരെ. അപ്പൊ ഇപ്പൊ ഞാനും ഏട്ടനും മാത്രമാണ് വന്നത്. ഇനി അമ്മയും കുട്ടികളെയും മറ്റേ ചേച്ചിയൊക്കെ വന്നിട്ട് ഞങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. കാരണം വെച്ചാൽ കുട്ടികളുടെ ഡ്രസ്സ് എനിക്ക് അമ്പടൂരും മോൾക്ക് കിടുന്ന ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് കൈ ഇങ്ങനെ പൊരിയായിരുന്നു എനിക്ക് കണ്ടെടുക്കാൻ. പക്ഷെ നമുക്ക് ഞങ്ങൾ രണ്ടിനും മാത്രം വന്നോണ്ട് കുറെ നേരം നിന്ന് കറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. അറ്റ്ലസ് ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. എനിക്ക് അത്ര അടിപൊളി. നിങ്ങൾ വന്ന് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം അതിന്റെ അവിടുത്തെ കളക്ഷൻസ്. അപ്പൊ നമുക്ക് എന്തായാലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നാളെ രാവിലെ 10 മണിക്ക് വീഡിയോ പോസ്റ്റ് ആക്കേണ്ടത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, അവിടെ ഞാൻ നമ്മുടെ ഓൺലൈനിൽ കാണുന്ന കുറച്ച് ഡ്രസ്സ് ഉണ്ട്. ഓൺലൈനിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഉണ്ട്, ഗേൾസിന് അറിയണ്ടായിരിക്കും. അതടക്കം റേറ്റ് കുറവില് അവിടെ ഉണ്ട്. അതടക്കം ഞാൻ കണ്ടപ്പോ ഞാൻ എന്റെ കണ്ണ് തള്ളിപ്പോയി. അപ്പൊ നമുക്ക് ശരിക്കും സാധാരണക്കാർക്ക് കേറിയിട്ട് അഴിഞ്ഞാടാൻ പറ്റുന്ന അത്രയും കളക്ഷൻ. അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ പറയില്ലേ വലിയ വലിയ കടലൊക്കെ പോകുമ്പോ അയ്യോ അവിടെ 50,000 വേണം, 1 ലക്ഷം ഇല്ലാണ്ട് അങ്ങോട്ട് ഡ്രസ് എടുക്കാൻ പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ 10,000 രൂപ ഇല്ലാണ്ട് അങ്ങോട്ട് ഡ്രസ് എടുക്കാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഞങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയാം, പക്ഷെ ഇവിടെ പുനഃസാണ് പോലെ ഒരു 200 രൂപയും കൊണ്ട് പോയാലും 500 രൂപയും കൊണ്ട് പോയാലും ഡ്രസ് എടുത്ത് പോരാൻ പറ്റുന്ന ആ ലെവലാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാൻ വേഗം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ആരും വെയിറ്റ് ചെയ്യണം, വേഗം തന്നെ വിട്ടോ. ഞങ്ങൾ വീഡിയോ കണ്ട് പിറ്റേ ദിവസം തന്നെ വിട്ടോ. ഓക്കെ, ബൈ ബൈ.